നിരാശ പെരുത്തപ്പോൾ കൊതിയൻ നമ്മുടെ അപ്പൂപ്പൻ കയ്യിലെടുത്തു രണ്ടപ്പം. അത് കണ്ടപ്പോൾ അമ്മൂമ്മയ്ക്ക് വിഷമോത്തു പെട്ടെന്ന്. ആര് പറഞ്ഞു രണ്ടപ്പം കയ്യിലെടുക്കാൻ മൂപ്പിനെ? അപ്പൻ മനസ്സിലിരിക്കട്ടെ, അക്കോര് മനസ്സിലിരിക്കട്ടെ. അമ്പടി കുറെ കൊതിയത്തി കുമ്പ് കുലുക്കി തുള്ളാതെ എനിക്ക് വേണം രണ്ടപ്പം വീഷ് വിളിച്ചു കൂവി അപ്പൂപ്പൻ. തീപ്പുകയേറ്റു ഞാനല്ലോ, അപ്പം ചുട്ടത് ഞാനല്ലോ. എനിക്ക് വേണം രണ്ടപ്പം വാശി പിടിച്ചു അമ്മൂമ്മ. അപ്പൂപ്പനൊരു തൊഴി കിട്ടി, അമ്മൂമ്മയ്ക്കൊരു കടി കിട്ടി. നല്ലൊരു ബോമെ കണ്ടെത്തി കൊതിയൻ നമ്മുടെ അപ്പൂപ്പൻ. ഇത്തിരി നേരം രണ്ടാൾക്കും കുത്തിയിരിക്കാൻ മിണ്ടാതെ. ആദ്യം മിണ്ടിയ ഒറ്റപ്പം, മറ്റേയാൾക്കോ രണ്ടപ്പം. അപ്പം കുട്ടയിലാക്കിയിട്ട് അങ്ങേ മുറിയിൽ വെച്ചിട്ട് വീട്ടുകാരൻ്റെ രണ്ടാളും മിണ്ടാതെ അങ്ങനെ ഇരിപ്പായി. കൂമൻ കൂങ്ങി ഉറങ്ങിയിട്ടും സൂര്യൻ ചാഞ്ഞ് മഴങ്ങിയിട്ടും ഇരുവരും ഒന്നും മിണ്ടിയില്ല. മിണ്ടിയ പുലുവാരാകില്ലേ? പെട്ടെന്നുള്ളിൽ അടുക്കളയിൽ വിളി കേട്ടു. അയ്യോ പൂച്ച കറിച്ചല്ലോ. ആദ്യം മിണ്ടി അമ്മ. അയ്യ മണ്ടി തോറ്റല്ലോ. തുള്ളിച്ചാടിയ അപ്പൂപ്പൻ ഉണ്ട കണ്ണും എഴുത്തിട്ട് നാമം നക്കിണണിട്ട് നെല്ലഞ്ഞാടി മറങ്ങിപ്പോയി കള്ളിപ്പൂച്ച കരിമ്പൂച്ച. ഒഴിഞ്ഞ കുട്ടയിൽ നോക്കിയിട്ട് കുട്ടിയ വയറും തടവിട്ട് മെല്ലെ നടന്നു രണ്ടാളും പായ വിരിച്ച് കിടക്കാനായി. താങ്ക് യു.